അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹമുള്ള കർണാടക സ്റ്റുഡൻസ്, നിങ്ങളുടെ സാഹിത്യ മത്സര അൽ ഇസ്തിഹാർ അതിൻ്റെ വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നിങ്ങളെ സമയം കൂടുതൽ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിക ദഅ്വ രംഗത്തെ വഴികൾ അനുദിനം ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കേണ്ട കാലഘട്ടമാണ് ഈ ഒരു അവസരം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങളും അവതരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പോലും ഈ അധ്യായം അതിനെല്ലാം മതിയാകുമെന്ന ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകം വിശാലാർത്ഥത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വൽ അസ്ർ എന്ന് പറയുന്ന ആ വചനത്തിന്റെ ഉള്ളറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലത്തിലും ഉണ്ടാകുന്ന അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളും അവരുടെ പരാജയങ്ങളെക്കുറിച്ചുമൊക്കെ ഓരോ കാലഘട്ടത്തിലുമുള്ള മനുഷ്യർ കാലത്തിന് സമ്മാനിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളെക്കുറിച്ചുമൊക്കെ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ വിലയിരുത്തുമ്പോൾ കാലത്തിലെ വലിയ പ്രതിഭകൾ സമ്മാനിക്കുന്ന സംഭാവനകൾ, അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ വശങ്ങൾ മനസ്സിലാക്കി മതമൂല്യങ്ങൾക്ക് ശക്തി പകരുന്ന വഴികൾ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ വിജയിച്ചു. അനുകൂലവും പ്രതികൂലവും നോക്കാതെ എല്ലാം വാരിപ്പുണർന്നുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അവൻ പരാജയപ്പെട്ടു പോകും. ഈ അടിസ്ഥാനത്തിലാണ് അതാത് കാലങ്ങളിൽ ഇസ്ലാമിക ദഅവത്തിന് അനുയോജ്യമായ ഓരോ സാഹചര്യങ്ങൾക്കും യോജിച്ച വഴികൾ, ആ വഴികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ റിസൾട്ടുകളായിരിക്കണം ഇത്തരം സാഹിത്യ വേദികളിൽ നിന്ന് നാം ആർജിക്കേണ്ടത്, കരസ്ഥമാക്കേണ്ടത്. എഴുത്ത് പൗരാണിക ശൈലി മാറ്റി പുതിയ ലോകത്തിന് എങ്ങനെ, പുതിയ ലോകത്തെ കൊണ്ട് എങ്ങനെ നമ്മുടെ രചനകൾ വായിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഒരു എഴുത്തുകാരൻ എപ്പോഴും സജീവമായി കൊണ്ടിരിക്കണം. നമ്മുടെ രാജ്യത്ത് നമ്മൾ സമ്മേളനത്തോടനുബന്ധിച്ച് സോവനീറുകൾ ഇറക്കാറുണ്ട്. പഠനങ്ങളും ലേഖനങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ അടങ്ങിയ ആ സോവനീർ ഒരു കാലം വരേക്കും പല ആളുകളുടെയും റഫറൻസ് ബുക്കായിരുന്നു. ഇന്ന് സോവനീർ വായിക്കാനല്ല വാങ്ങുന്നത്, അതിന്റെ ചട്ടയൊക്കെ ഒന്ന് നോക്കി ഷോക്കേസിൽ വെക്കുക എന്ന ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇറങ്ങപ്പെടുന്ന ഒരു സോവനീറും വായിച്ചു തീർക്കുക എന്നത് വളരെ വിദൂരമായ സംഗതിയാണ്. ഇങ്ങനെ വായനാ ലോകം മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ വായനയെ നമുക്ക് പുനർജീവിപ്പിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ച് നമ്മളെ എഴുത്തുകൾ ഒരു വലിയ ലേഖനത്തിന് പകരം ചെറിയ ലേഖനത്തിൽ ഒതുക്കി എല്ലാ മൂല്യങ്ങളും 10 വേർഡിൽ അല്ലെങ്കിൽ 100 വേർഡ്സിൽ അല്ലെങ്കിൽ 200 വേർഡ്സിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്ന് സമഗ്രമായി ചിന്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള എഴുത്തിനാണ് ഇന്ന് പ്രസക്തി. ഫേസ്ബുക്കിലോ വാട്സപ്പിലൊക്കെ ഒരു വലിയ ലേഖനം എഴുതിയാൽ നമ്മൾ ആരും വായിക്കൂല. എഴുതിയ ആള് വായിച്ചെങ്കിലേ ഉള്ളൂ, ആള് 2ാം പ്രാവശ്യം ആള് വായിക്കൂല. ഇങ്ങനെ ആധുനിക രീതിയിൽ എങ്ങനെ എഴുത്ത് ആളുകളെ കൊണ്ട് വായിപ്പിക്കാം, പ്രഭാഷണവും അങ്ങനെ തന്നെയാണ്.
കാലം മാറി, ജനങ്ങൾ മാറി, പരിസരങ്ങൾ മാറി. പ്രഭാഷകൻ പറയുന്ന സമയത്ത് അവൻ എന്തൊക്കെ പറയണം എന്ന് നേരത്തെ മനസ്സിലാക്കി ഒരു നോട്ട്സ് ഉണ്ടാക്കി ആ നോട്ട്സിൽ നിന്ന് വ്യതിചലിക്കാതെ ഓർഡറായി പറയണം. അല്ലെങ്കിൽ മറുപക്ഷം ക്ലിപ്പാക്കി മുറിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചു. അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം എന്ന് പറഞ്ഞു. അതിന് വാക്കും ഇതിന് മറുപടിയും അതിന് മറ്റോ ഇങ്ങനെ പോണ്ടി വരും. അതുകൊണ്ട് പ്രഭാഷകൻ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അതിൻ്റെ രത്നചുരുക്കം പോയൻസായി എഴുതി കൊണ്ടുവന്ന് അത് നോക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരർത്ഥത്തിലും വ്യതിചലിക്കാതെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാഷണത്തിൽ മറുചേരിക്ക് കയറിപ്പറ്റാൻ ഒരിടം ഉണ്ടാവുകയില്ല. ഇങ്ങനെ എല്ലാ സംഗതികളും സംവാദവേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ വിഷയാവതരണത്തിൽ നിന്ന് മറുകക്ഷിക്ക് നെഗറ്റീവായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിൽ വിഷയങ്ങൾ പറയുക, വിഷയങ്ങൾ അവതരിപ്പിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കഴിവുകളും ഒരർത്ഥത്തിൽ ഇത്തരം വേദികളിലൂടെയാണ് നമ്മളൊക്കെ നേടിയെടുക്കുന്നത്. വർത്തമാന കൈരളിയോട് ഇന്ന് പ്രഭാഷണ രംഗത്ത് സംവദിക്കുന്ന ഒട്ടുമിക്ക ചക്രവർത്തിമാരും ഇത്തരം സംഘടനകളുടെ സന്തതികളാണ് എന്ന് പറയാതിരിക്കാൻ നാം മടി കാണിക്കേണ്ടതില്ല. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം കോളേജുകളും ദർസുകളിലും വന്ന് ഇത്തരം വേദികളൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല പ്രഭാഷണ രംഗത്തെ ചക്രവർത്തിമാരായി വിപണി കീഴടക്കുന്നത് മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ സന്തതികളാണ്. അതുകൊണ്ട് കർണാടകയെ കുറിച്ച് പറയുമ്പോൾ ഇനിയും ഒരുപാട് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. കലക്ക് വെള്ളം കുടിക്കുന്നവരുണ്ട്, കുറച്ച് വെള്ളം കുടിക്കുന്നവരുണ്ട്, തീരെ വെള്ളമില്ലാത്ത മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ ചെന്നുകൊണ്ട് പ്യുവർ വാട്ടർ നിങ്ങൾ സ്പ്രേ ചെയ്യുക എന്നതാണ് ദൗത്യം. സ്പ്രേ ചെയ്യുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാൻ പാടില്ല, വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല. പരിസരവും ആളുകളെയും സ്ഥാപനങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ദൈവത്തിന്റെ മാർഗം സ്വീകരിക്കേണ്ടത്. ഓരോ മേഖലകളിലും പോകുമ്പോൾ ആ മേഖലയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയും ആളുകളെ മനസ്സിനെ കുറിച്ച് പഠിക്കുകയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ പഠിച്ച് ഓരോരുത്തർക്കും അനുയോജ്യമായ ഭക്ഷണം. മന്തി തിന്നുന്ന ആളുകൾക്കല്ലേ മന്തി കൊടുത്തിട്ട് കാര്യമുള്ളൂ. വെറുംചോറ് കാലിച്ചോറ് തിന്നുന്ന ആളുകൾക്ക് മന്തി വിളമ്പിട്ട് എന്ത് കാര്യമുള്ളത്? പല്ലില്ലാത്ത ആള് ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? പൊരേ കൊണ്ടാനൊക്കെ പറ്റും. അപ്പൊ പറയുന്നത് ഓരോ ആളുകളുടെയും വാസനകള് മനസ്സിലാക്കി അനുയോജ്യമായ ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കടലിലും പുഴകളിലൊക്കെ ഉള്ള മത്സ്യങ്ങൾ, വിവിധ മത്സ്യങ്ങളെ കിട്ടാൻ വിവിധ ഇരകളാണ് കോത്തിടുന്നത്. ചൂണ്ടലിൽ എല്ലാം ഒരേല്ല. വാളയെ പിടിക്കാൻ വേറെ, സ്രാവിനെ പിടിക്കാൻ വേറെ, മത്തി പിടിക്കാൻ വേറെ, മാന്തൾ പിടിക്കാൻ വേറെ, ഞണ്ടിനെ പിടിക്കാൻ വേറെ. അതുകൊണ്ട് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളോട്, മുതലാളിമാരോട്, തൊഴിലാളികളോട്, പണ്ഡിതന്മാരോട്, സ്ത്രീകളോട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളെയും മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ പ്രഭാഷണവും അനുയോജ്യമായ എഴുത്തും അനുയോജ്യമായ സംഭാഷണങ്ങളൊക്കെ കൊടുക്കാൻ കർണാടകയുടെ ഈ ഇസ്തിഹാറിന് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.